ഇപ്പോൾ ഒരു കൊറിയൻ സുഹൃത്ത് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായല്ലോ, ചെറിയ മോള്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് കുറേ ആത്മഹത്യകൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തായിരിക്കും ഇങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യുന്നത് എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, പിന്നെ ഈ കോവിഡിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് വരുന്നത്. എല്ലാവരും പെട്ടെന്ന് ലൈഫിന് ഗിവ് അപ്പ് ചെയ്യാണ്. അതായത് കോവിഡിന് മുന്നേ ഉള്ള ആൾക്കാരുടെ മാനസികാവസ്ഥയല്ല ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ. അതായത് കോവിഡ് നമ്മളെ മൈൻഡൊക്കെ ആകെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ക്വാറൻറ്റൈനും 10-28 ദിവസത്തെ ക്വാറൻറ്റൈനും അതുപോലെ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതവും അത് ശരിക്കും ഇപ്പോഴും അതേ ലെവലല്ലെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. കാരണം അന്ന് നമ്മുടെ ലൈഫ് ഫോൺ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ജോബിലായാലും നമ്മളെ കുട്ടികളെ എഡ്യൂക്കേഷനായാലും എല്ലാം ഓൺലൈനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികൾ വരെ ഫോൺ അത്ര അവൈലബിളായി ആക്സസിബിൾ ആയിട്ടുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോണിലായി. ഈവൻ ഞാനാണെങ്കിലും ഓൾമോസ്റ്റ് എപ്പോഴും ഫോണിൽ തന്നെയാണ്. അപ്പം എനിക്കത് കുറയ്ക്കണമെന്നുണ്ട്, പക്ഷേങ്കിൽ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളതിലേക്ക് അങ്ങനെ ആയിപ്പോയി. കാരണം അതൊക്കെ ഒരു കോവിഡിൻ്റെ ശേഷമാണ് ഇത് ഇത്ര ട്രെൻഡിങ്ങിൽ വന്നത്. നമ്മളിപ്പോൾ വിചാരിച്ചാലും അതൊരു ടൈപ്പ് അഡിക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ഫോൺ അഡിക്ഷനായിട്ട് അത് ഒഴിവാക്കാനൊക്കെ നടക്കുന്നുണ്ട് പുറത്തെ രാജ്യങ്ങളിലൊക്കെ. ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫോണാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ സ്ക്രീൻ ടൈം അധികമാവുന്നത് ഒരു പ്രോബ്ലമാണ്. ഈവൻ ഞാനത് ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാലും ചില സമയം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ, അതായത് അഡോളസൻസ് ഏജ് അതിൽ താഴേക്കുള്ള കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പം അഡൽട്ടായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ എഫക്റ്റ് അവർക്കാണ് ഉണ്ടാവുക. കാരണം അവർക്കത് കൺട്രോൾ ചെയ്യാനും, ഈവൻ അഡൽട്ട്സ് ആണെങ്കിൽ നമുക്ക് ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിലെങ്കിലും നമ്മളത് ഒഴിവാക്കുമല്ലോ. അല്ലാത്ത ആൾക്കാർ, അതായത് ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവരതിൽ തന്നെയാണ്, അവരെന്താ ചെയ്യുന്നത് ഒന്നും ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. അത് സ്ക്രീൻ ടൈം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈസിലി കുട്ടികൾക്ക് വഴിതെറ്റി പോകാനുള്ള എല്ലാം ഫോണിലുണ്ട്. ഇത് തന്നെ ഒരുപാട് ഫോണിൽ തന്നെ പല സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള സംസാരം, അതുപോലെ അതൊക്കെ വലിയ ആൾക്കാരെക്കാട്ടിയും കൂടുതലും കുഞ്ഞു കുട്ടികൾക്കാണ് ഇത് പ്രശ്നമാവുക. അപ്പോൾ അവർ പെട്ടെന്ന് മിസ്ലീഡ് ചെയ്യാനും, അതുപോലെ പണ്ടത്തെ പോലെയൊന്നും കുട്ടികൾക്ക് അത്ര ഭയങ്കര ലോല ഹൃദയരാണ്. അവർ പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴത്തേക്കും അവർ ഓൾറെഡി മരിക്കാൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും മാനസിക നില ഭയങ്കരമായിട്ട് ഫ്രജൈലായിട്ടാണുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്ക് പോയി മരിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രവണത, അതായത് ഒരു ട്രെൻഡായിട്ടാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മാനസികമായിട്ട് ബലമില്ലാതാവുക. അതൊക്കെ ഈ ഒരു കോവിഡിന് ശേഷമാണ് ഇത്ര അധികമായത്. കോവിഡിന് മുന്നേ ഇങ്ങനെ ഇല്ലായിരുന്നു. അത് എല്ലാവരും ആ ഒരു ലോൺലിനെസ് ഇപ്പോഴും പല ആൾക്കാരും കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ കൂടെയുള്ള ആൾക്കാരും ഫോണൊന്നും അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല. കുട്ടികൾ എന്താ ചെയ്യുന്നത്, അവരാരോടാ സംസാരിക്കുന്നത്. ശരിക്കും ഫോണിൽ പല ഇൻഫർമേഷൻസും നമുക്ക് കുട്ടികൾ എന്താ യൂസ് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നതൊക്കെ അറിയാനുള്ള വഴികളുണ്ട്. നമുക്ക് ഷെയർ ചെയ്യുക, ഫാമിലി ഷെയറിംഗ് ഒക്കെ അതിലുണ്ട്. പക്ഷെ പല പാരൻസും അതും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം സംഭവിച്ച് കഴിയുമ്പോഴാണ് നോക്കുന്നത്. അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ ഒളിച്ചോട്ടാണ് കുട്ടികൾ. അപ്പം ഇതൊക്കെ കോവിഡിൻ്റെ ശേഷമാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ തുടങ്ങുക ആദ്യം. ഫോണിൻ്റെ സ്ക്രീൻ ടൈമൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്.